എന്തായാലും കുറച്ച് മത്തി ഞാൻ വറക്കാനും കൂടി എടുത്തു വന്നു. പിന്നെ വിചാരിച്ചു അതും കൂടി ഇവിടെ കിടക്കട്ടെ എന്ന്. അതെ, കുറച്ച് മത്തി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കുരുമുളകിന്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ ആർഭാടത്തിനായിട്ട് ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നാരങ്ങ നീരിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി, വേണമെങ്കിൽ ഒരു ഇത്തിരി ഇതുപോലെ വെള്ളവും കൂടെ ചേർത്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം മത്തി ആയാലും കുഴപ്പമില്ല, ഏത് മീനാണെങ്കിലും ഈ മസാല നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ സമയം നമ്മൾ ഈ മത്തീനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം എന്തായാലും ഇതൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഞാനൊരു മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു തവ എടുത്ത് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തവ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. അതുപോലെ ഇച്ചിരി കറിവേപ്പിലയും, പിന്നെ നമ്മുടെ മത്തിക്കുട്ടന്മാരെ എല്ലാം പറക്കി ഇതുപോലെ അടുക്കി അങ്ങോട്ട് വെച്ചു. ഇനി ഒരു ഭാഗം ഒന്ന് ആകുമ്പോഴത്തേക്കും പതിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ ഈ തവയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ടേസ്റ്റ് ആണെങ്കിലോ അപാരം തന്നെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ അല്ലേ, അടിപൊളി.